ഹലോ നമസ്കാരം, ഭാവന ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മുട്ടയൊക്കെ കൊണ്ടൊരു അടിപൊളി സ്നാക്ക്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൊത്തി നുറുക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോയ്ക്ക് നല്ല വേവാണ്, വേവിക്കാത്ത പൊട്ടറ്റോ ആണല്ലോ, അതുകൊണ്ട് വെന്ത് വരുന്നവരെയും ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം, ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് വേവുന്നത് വരെയും മിക്സ് ചെയ്യുക. അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അതിനകത്തേക്ക് പെപ്പർ പൗഡർ, സോൾട്ട്, ഗരം മസാല, ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. നോക്കൂ, ഇപ്പം നമ്മുടെ ടൊമാറ്റോസ് ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമുക്കിതൊരു ബേസായിട്ട് ഒരേ ലെവലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കേട്ടോ, നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ട പൊട്ടിക്കുക, ഒരു പാത്രത്തിനകത്ത് പൊട്ടിച്ചിടുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. 4 ഭാഗത്തും മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 8 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഓരോരോ പാൻ അനുസരിച്ച് മുട്ടയുടെ അളവ് വ്യത്യാസം വരും. അങ്ങനെ മുട്ടകളെല്ലാം തന്നെ പൊട്ടിച്ചൊഴിക്കുക. അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം വെതറി കൊടുക്കാം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഇട്ടിട്ടില്ല. അങ്ങനെ പച്ചമുളകെല്ലാം കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. നോക്കൂ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ചന്തമുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വെതറി കൊടുക്കാം. നോക്കൂ, നമ്മുടെ കോഴിമുട്ട കൊണ്ട് നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഈ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് ഭാവന ടേബിളിലൂടെ കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഭാവന ടേബിളിലൂടെ നല്ല വിഭവമായിട്ട് ഇനിയും നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. ഞാനിത് സെർവ് ചെയ്യുന്ന വിധമാണ് കാണിച്ചത്. ചെറിയ ഓരോരോ എഗ്ഗായിട്ട് കട്ട് ചെയ്തെടുക്കുക. സോസിൻ്റെ കൂടെ, ടൊമാറ്റോ സോസിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും വേഗം ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് വിവരങ്ങളൊക്കെ എൻ്റെ അടുത്ത് അറിയിക്കുക. താങ്ക് യു.